ഈ പറഞ്ഞ കാര്യങ്ങളിൽ പെട്ടതാണ് ഉസിലത്ത് എന്ന് പറയുന്നത്. ഉസിലത്ത് എന്ന് പറയുമ്പോൾ അസല യഅ്സുലു അസല അൻ എന്നൊക്കെയാണ് ഫിയൽ വരിക. വിട്ടു നിൽക്കുക എന്നർത്ഥം. അസല അനിൻ നാസി ഇഅ്തസല അനിൻ നാസി. നിങ്ങൾ മുഅ്തസിലത്ത് എന്ന് കേട്ടിനോ? ഒരു ടീമാണ് പണ്ട് പിന്നെ പിരിഞ്ഞു പോയ ഒരു ടീമാ. അപ്പൊ അവര് സുന്നത്ത് ജമാഅത്തിന് തൊട്ട് പിരിഞ്ഞു പോയവർക്ക് പേര് വന്നതാ മുഅ്തസിലത്ത്. അപ്പൊ ഉസിലത്ത് എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അവരെ വലിയ താബിയായിരുന്നല്ലോ. അവരെ ദർസിൽ നിന്ന് വിട്ടു നിന്ന വാസിൽ ബിൻ അത്താ എന്ന് പറയുന്ന ഒരുത്തർ എണീറ്റ് പള്ളീന്റെ ഒരു മൂലക്കിലേക്ക് പോയതാണ്. അപ്പൊ മൂപ്പര പിൻഗാമികളാണ് മുഅ്തസിലത്ത്. എങ്ങനെയാണ് ഓൽക്ക് എന്ത് വന്നേ? അപ്പൊ ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു ഇഅ്തസല അന്ന ഖദ് ഇഅ്തസല അന്ന, നമ്മളെ തൊട്ട് വിട്ടു പിരിഞ്ഞു പോയിരിക്കുന്നു ചങ്ങായി, ഇനിവൻ നമ്മളിൽ കൂട്ടാൻ പറ്റൂല, നമ്മൾ പുറത്താക്കിയിരിക്കുന്നു. അപ്പോൾ ഓൽക്ക് പേര് വന്നതാണ് മുഅ്തസിലത്ത് എന്നുള്ളത്. ഒരു വിശ്വാസപരമായിട്ട് ഒരുപാട് പ്രശ്നമുള്ള ഒരു വിഭാഗമാണ്. അപ്പോ ഉസിലത്ത് എന്ന് പറഞ്ഞാല് പിന്നെ ജനങ്ങളിൽ നിന്ന് വിട്ടേക്കുക, തനിച്ച് ഇബാദത്തിൽ ഏർപ്പെടുക, ഇതാണ് ഉസിലത്ത്. ഇപ്പൊ നോക്കാം. ലാ തുസ്ഹബൻ മൻ കാന അഹ്ല ബതാലത്തിൻ വ തസാഹുലിൻ ഫിദ്ദീൻ ദാക ഹുവൽ ബലാ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. ലാ തുസ്ഹബൻ, നീ കൂട്ടുകൂടരുത്, മൻ ഒരുത്തനോട്, കാന അവനായി അഹ്ല ബത്താലത്തിൻ ഓനൊരു പോക്കിരിയാണ്, പോക്കിരിത്തരത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞാല് എടുത്തു ചാടി പിന്നെ തെറ്റ് ചെയ്യുന്നതിലൊന്നും യാതൊരു പേടിയൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ആളാ. വ തസാഹുലിൻ, അതുപോലെ തന്നെ മടിയനാണ്. അതല്ലെങ്കിൽ തസാഹുൽ എന്ന് പറഞ്ഞ നേരെ അർത്ഥം പിന്നെ അഴകുഴമ്പൻ എന്നൊക്കെ നമ്മൾ പറയൂലേ, ആ പരിപാടിയാണ്. എന്നുവെച്ചാല് ഒന്നിലും ഒരു കണിശതയൊന്നും ഇല്ലാത്ത ആളാണ്, മതപരമായിട്ടുള്ള മതനിഷ്ഠയൊന്നും ഇല്ലാത്ത ആളാണ്. ഫിദ്ദീനി, ദീനിന്റെ വിഷയത്തില്. ദാക ഹുവൽ ബല, ദാക അതാകുന്നത്, ഹുവൽ ബല അത് തന്നെയാണ് വലിയ പരീക്ഷണം. എന്നുവെച്ചാല് നമുക്ക് നമ്മുടെ പടച്ചവനായിട്ടുള്ള ബന്ധത്തെ വിഘാതമായിട്ട് നിൽക്കുന്ന സൗഹൃദം നമുക്കുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പരീക്ഷണം എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഈ ബൈത്തിന്റെ ചുരുക്കം എന്താ? ഈ രൂപത്തിൽ നമുക്ക് അള്ളാഹുവുമായിട്ട് നമ്മെ അടുപ്പിക്കാത്ത യാതൊരു കൂട്ടുകെട്ടിലും നമ്മൾ പെടരുത് എന്നുള്ളതാണ് ഈ ബൈത്തിൽ പെടുന്നത്. കാരണം ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ചുറ്റുപാട് വല്ലാതെ അവനെ സ്വാധീനിക്കും, അവന്റെ സുഹൃത്തുക്കൾ അവനെ വല്ലാതെ സ്വാധീനിക്കും. അപ്പോ കൂട്ടം കൂടി നടക്കുന്ന ഒരുത്തൻ എന്ന് പറയുന്നത് ആ കൂട്ടത്തിന്റെ ഒരു ആവറേജ് ആയിരിക്കും എന്ന് പറഞ്ഞതുപോലെ. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തോ എന്ന് പറഞ്ഞതുപോലെയാണ് പിന്നെ നമ്മള് കൂട്ടുകൂടുന്ന സമയത്ത് ഇപ്പോ നല്ല ആളുകളായിട്ടല്ലാതെ കൂട്ടുകൂടിയാൽ നമ്മൾ നാശാവും എന്നാണ് പറഞ്ഞത്. വൽ ഉസ്ലത്തുൽ ഔലാ ഇദാ ഫസദ الزമൻ ഔ ഖാഫ മിൻ ഫിതനി ബിദീനിൻ മുബ്തല. നിങ്ങളെ മൈക്ക് മ്യൂട്ടാക്കോളി. വൽ ഉസ്ലത്തുൽ ഔലാ ഇനി പറയുന്നത്, അപ്പൊ ഒരു ചർച്ച ഉണ്ട് ഇവിടെ. എന്താന്ന് വെച്ചാൽ അലിമികളുടെ ഇടയിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്നിട്ട് ഓലെ നന്നാക്കലും അങ്ങനെ ഓലോടെയൊക്കെ കൂടി നമ്മൾ നന്നാവുക, ഓല ഒന്നുകൂടി നന്നാക്കുക, ഒരു ദഅവത്ത് എന്ന കോലത്തിൽ അവരുമായിട്ട് കൂടിക്കലരലാണോ നല്ലത്, അതല്ലെങ്കിൽ തനിച്ചിരിക്കലാണോ നല്ലത്? ഒന്നുകൂടി വേറെ ഭാഷയിൽ പറഞ്ഞാല് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടലാണോ നല്ലത്, അതല്ലെങ്കിൽ വീട്ടിൽ കുതിരിക്കലാണോ നല്ലത്? ഇങ്ങനെയൊക്കെ അതിനെ വ്യാഖ്യാനിക്കാം. അപ്പൊ അതിനെ പറ്റിയാ പറയുന്നത്. വൽ ഉസ്ലത്തുൽ ഔല, ഉസ്ലത്ത് ചില സമയത്ത് ഔലിയാവും, ഏറ്റവും നല്ലതാവും, ഏറ്റവും പുണ്യമുള്ളതാവും. അതപ്പോ ഇതാ ഫസദ സമൻ, കാലം മോശമായാൽ എന്ന് പറഞ്ഞാല് പിന്നെ പറ്റ മോശമാകുന്ന സമയത്ത്, കാലം പറ്റ മോശമാകുന്ന സമയത്ത് ഏറ്റവും നല്ലത് ഉസ്ലത്താണ്. എന്തായാലും മെസ്സേജ് അയക്കണ്ടല്ലോ ഇന്ന് ക്ലാസ്സിൽ ചോദിച്ചിട്ട്. നമ്മൾ ഈ ക്ലാസ്സിൽ വേറെ ആരാ ഉള്ളത്? ഒരാളും കൂടി ഉണ്ട് തോന്നുന്നല്ലേ? ഓക്കെ.
ഇങ്ങനെ ആ ആ അതെ 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 അതെ. ഒറ്റപ്പെട്ടവനെ ചെന്നായ പിടിക്കും. അതെ, ഒറ്റപ്പെട്ടവനെ ചെന്നായ പിടിക്കുന്ന ഹദീസിലുണ്ട് അല്ലേ. ഇത് പിടിക്കൂല, ഇല്ലല്ല, ഷാദത്തിനല്ലാതെ പിന്നെ ചെന്നായ പിടിക്കൂല എന്ന് ഹദീസിലുണ്ട്. ആ പറഞ്ഞതിന്റെ ഉദ്ദേശം പിന്നെ മുസ്ലിങ്ങളുടെ ജമാഅത്തിൽ നിന്നൊന്നും പങ്കെടുക്കാതെ അങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിന്നൊക്കെ വിട്ടു നിന്ന് ഓനൊരു പരിഷ്കാരിയായിട്ട് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവനെ പറ്റിയിട്ടാണ് ഒറ്റപ്പെട്ടവനെ ചെന്നായ പിടിക്കുന്നു പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ അവൻ പേച്ചു എന്ന് പറഞ്ഞത്. അപ്പോ ഇവിടെ പറയുന്നത് പറഞ്ഞാല് ഉസിലത്ത് ഔലയാകും എപ്പോ കാലം പറ്റ മോശമായി, അതോടൊപ്പം അതല്ലെങ്കിൽ ഔ ഖാഫ മിൻ ഫിത്തനിൻ, ഔ ഖാഫ് അല്ലെങ്കിൽ അവൻ ഭയന്നു മിൻ ഫിത്തനിൻ, ഫിത്നയെ ഭയന്നു എന്ന് വെച്ചാൽ ഓനോട് പല തെറ്റുകൾ സംഭവിച്ചു പുറത്തിറങ്ങി നടന്നാൽ ആൾക്കാരോട് കൂടിയാൽ, ബിദീനിൻ അവന്റെ ദീനിൽ, ബിദീനിന് മുബ്തല ദീനിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് ധാരാളം ഫിത്നകളും ഭയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അതല്ലെങ്കിൽ കാലം പറ്റേ വടക്കായി കഴിഞ്ഞാൽ അപ്പോൾ ഉസ്ലത്താണ് നല്ലത് എന്ന് പറയുമ്പോ അപ്പൊ നിങ്ങൾ പറഞ്ഞ ചോദ്യം ഉണ്ടാവും, അപ്പൊ പിന്നെ എങ്ങനെയാണ് കൂട്ടം കൂടാതെ പിന്നെ നടന്നാല് കൂടുതൽ മോശമാവല്ല ചെയ്യാന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റി പറയുന്നത് വെച്ചാല് കൂട്ടം കൂടണം, കൂട്ടം കൂടൽ തന്നെയാണ് അഫ്ളല്. നല്ല കൂട്ടുകാരെ ലഭിക്കുമ്പോൾ, നല്ല കൂട്ടത്തിൽ ചേരാൻ കഴിയുമ്പോൾ ആ കൂട്ടത്തിലെല്ലാം ചേരൽ തന്നെയാണ് അഫ്ളല്, വിട്ടു നിൽക്കലല്ല ഒരിക്കലും അഫ്ളല്. അങ്ങനെ ഒരു നിലക്കും ഒരു നല്ല കൂട്ടുകെട്ട് കിട്ടാത്തൊരു സാഹചര്യം വരിക, അതാണ് ഇതാ ഫസദ സമം എന്നുകൊണ്ടുള്ള ഉദ്ദേശം. യാതൊരു സുന്നത്ത് ജമാഅത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ മതപരമായ നിഷ്ഠയിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു കൂട്ടുകെട്ടും നമുക്ക് ലഭിക്കാനില്ല, ഒരു സംഘടനയും നമുക്ക് ലഭിക്കാനില്ല, ഒരു ജമാഅത്തും നമുക്ക് ലഭിക്കാനില്ല. എങ്ങനെ വരുന്ന സമയത്താണ് റൂമിലിരിക്കലാണ് അതിനേക്കാളും നല്ലത് എന്ന് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഒന്നും കൂടി നമുക്ക് പുനരാലോചിക്കേണ്ടതുണ്ട്. ഇന്ന് ഉസ്ലത്ത് എന്ന് പറയുമ്പോൾ വീട്ടിനുള്ളിൽ ഒരു മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉസ്ലത്ത് ഉണ്ടാവോ? എന്തെങ്കിലും അഭിപ്രായം? ഓനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും, ഇഷ്ടമുള്ള രൂപത്തിൽ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവന് അവിടെ ഉസ്ലത്ത് വരുന്നില്ല. അപ്പൊ ഉസ്ലത്ത് പൂർണ്ണമാണെങ്കിൽ ആ മൊബൈലൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഈ എന്താ പറയാ, ഈ രൂപത്തിലുള്ള മറ്റു സമ്പർക്കങ്ങൾക്കുള്ള ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ അതിനുള്ള സാധ്യതകൾ ഇല്ലാതെ വരുമ്പോഴാണ് ഉസ്ലത്ത് വരിക. അപ്പോ ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം ഈ പറഞ്ഞതിനെ. അതായത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം, ഇത് കുറച്ചുകൂടി വിഷയങ്ങൾ പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫൈനൽ ടോക്ക് നടത്താം. വകഥ അതുപോലെ തന്നെയാണ് ഇതാ ഖാഫൽ വുഖൂഅ ബിശുബ്ഹത്തി, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാല് ഈ ഉസ്ലത്ത് ആളുകളിൽ നിന്ന് തനിച്ച് നിൽക്കലാണ് അഫ്ളൽ എന്ന് പറഞ്ഞല്ലോ. അത് ഇതാ ഖാഫൽ വുഖൂഅ ബിശുബ്ഹത്തിൻ, ഇതാ ഖാഫ ഭയന്നാൽ, അൽ വുഖൂഅ പെട്ടുപോകുന്നതിനെ, ബിശുബ്ഹത്തിൻ ശുബ്ഹത്തിൽ പെട്ടുപോകുന്നതിന്, എന്നുവെച്ചാല് ഹറാമും ഹലാലും ആണോ എന്നുള്ളത് സംശയമുള്ള കാര്യങ്ങൾ, കൂടുതൽ ഹറാമാവാനൊക്കെ സാധ്യതയുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ തൊട്ട് വിട്ടു നിൽക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചത്. ഒരു ബിസിനസ്, ഓൺലൈൻ ബിസിനസ് ഉണ്ട്, അതിനെപ്പറ്റി ചിലവര് പറയുന്നത് പറ്റുന്നാണ്, ചിലർ പറയുന്നുണ്ട് പറ്റുന്ന്, പക്ഷെ വലിയ ആലിമീങ്ങളൊക്കെ പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറ്റുന്നൊക്കെ ഒരു സാധ്യത ഉണ്ട് എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഹറാമ് ഹലാലാണെന്ന് ഉറപ്പില്ലാത്തതിൽ അതിൽ ചെയ്യാതിരിക്കുക വേണ്ടത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ശുഭഹത്തിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള സാഹചര്യം വരുമ്പോഴും അപ്പോഴും ജനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ് അഫ്ളല്. ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാല് ഒരു കൂട്ട ആളുകൾ എവിടെ ഇറങ്ങിയാലും നമ്മൾ കാണുന്ന ആൾക്കാർ, നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാർ, നമ്മൾ ഇടപഴകുന്ന ആൾക്കാർ, അവരുമായി ഇടപഴകി കഴിഞ്ഞാൽ ഹറാമിലേക്ക് പെട്ടുവെന്ന് ഉറപ്പാണ്, എന്നാൽ അവരിൽ നിന്നൊക്കെ വിട്ടുനിൽക്കലാണ് അഫ്ളല്. അതുപോലെ തന്നെ അഫ്ളലാകുന്ന മറ്റൊരു സാഹചര്യമാണ് ജനങ്ങളായിട്ടൊക്കെ ഈ എവിടെ ചെന്നാലും ഇടപഴകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൾക്കാരോട് ഇടപഴകി കഴിഞ്ഞാൽ ഹറാമും ഹലാലൊക്കെ ആവാൻ സാധ്യതയുള്ള പരിപാടികളാണ് ഒരിടത്തു നിന്ന് കേൾക്കാൻ സാധ്യത ഉള്ളത്. പീഡിയ തിണ്ണയിലേക്ക് പോയി കഴിഞ്ഞാൽ, പീഡിയ കോലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ചർച്ചകൾ, അവിടെ ഗീബത്തിന് മീമത്തിനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്, അതാണ് കാര്യമായിട്ട് ഉണ്ടാവല്. പിന്നെ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കലാണ് അഫ്ളല്, ഒരു സംശയമില്ല. ഇനി
പോയി കഴിഞ്ഞാൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ സംഭവിക്കാം, ഉറപ്പൊന്നുമില്ല. ഇനി ഗീബത്ത് തന്നെ ആവണമെന്നില്ല, തെറ്റ് പോലെയുള്ള പല സാധനങ്ങളും ഇങ്ങനെ സംസാരിക്കുമല്ലോ. എന്നാലും പോവാതിരിക്കലാണ് അഫ്ളല്. അങ്ങനത്തെ സ്ഥലത്തൊന്നും പോണ്ടെന്ന് പറഞ്ഞു. ഔ ഫി ഹറാമിൻ, അല്ലെങ്കിൽ ഹറാമിൽ, വക്കദ ഇദാ ഖാഫൽ വുഖൂഅ ബിശുബ്ഹത്തിൻ ഔ ഫി ഹറാമിൻ ഔ ലിദാക മുമാസില. അല്ലെങ്കിൽ ഹറാമിൽ തന്നെ ചെന്ന് പെട്ടുവോ. നേരത്തെ നമ്മളിപ്പോ പറഞ്ഞ ദീനിൽ ഇബ്തില, അപ്പം ആമായിട്ടുള്ള ഒരു സാധനമാണ് ദീനിൽ ഇബ്തില, ദീനിൽ പരീക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഓന്റെ മതപരമായിട്ടുള്ള ബോധം നഷ്ടപ്പെടാൻ കാരണമാകുന്ന എന്ത് വന്നാലും എന്ന് വിട്ടേക്കുക. അപ്പൊ അതിനൊന്നും കൂടെ ഒരു വിശദീകരിച്ച് പറയാണ്, പിന്നെ ശുഭഹത്തിൽ പെട്ടുപോകാമെന്ന് പേടിക്കുക, ഔഫി ഹറാമിൽ, അല്ല ഹറാമിൽ പെട്ടുപോകുമെന്ന് പേടിക്കുക, ഔലിദാക്ക മുമാസില, അതിനോട് മുമാസിലായ എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായിട്ടുള്ള പിന്നെ കാര്യങ്ങളിൽ പെട്ടുപോവുക എന്ന് പറയുമ്പോൾ എന്തായാലും ഹൈറല്ലാത്ത കാര്യങ്ങളിൽ പെട്ടുപോകും, അല്ലെങ്കിൽ അവന്റെ മതനിഷ്ഠക്ക് പ്രശ്നമാകും, അവന്റെ മതബോധം ഒന്നുകൂടി കുറഞ്ഞു പോകും. ഇതിനൊക്കെ സാധ്യതയുള്ള കൂട്ടങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കലാണ് അഫ്ളല്. ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കേണ്ടതാണ് അഫ്ളല് എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ഇതിനെ ഒരുപാട് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോ നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു തബ്ലീഗുകാരൻ, അല്ലെങ്കിൽ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ, അല്ലെങ്കിൽ ഒരു മുജാഹിദുകാരൻ, ഓൻ 5 നേരം നല്ല നിസ്കരിക്കും, ദീനീപരമായിട്ടൊക്കെ ചിട്ടകളൊക്കെ കൊണ്ടു നടക്കുന്ന ആളൊക്കെ തന്നെയാണ്. അപ്പോ ബാഹ്യമായിട്ട് ഓന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ കാണുന്നൊന്നുമില്ല. അപ്പൊ പിന്നെന്താ ഓന്റെ തബ്ലീഗുകാരെ ക്ലാസ്സിൽ പോയാൽ എന്താ പ്രശ്നം? ഭക്ഷണം കിട്ടും, നല്ല ദീനിയായിട്ടുള്ള കാര്യങ്ങളല്ലോ അവര് പറയുന്നത്, ഇപ്പുറത്തെ മൗലവിമാര് പറയുന്നതിനല്ല പറയുന്നത്, എന്നാ പിന്നെ അവിടെ പോയിക്കൂടെ? അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞ് പിന്നെയാണ് അവരെ ഓരോ വിധേയത്തുകൾ അവര് പറഞ്ഞു തുടങ്ങുക. പിന്നെ അപ്പൊ അങ്ങനെ സാധ്യതയുള്ള ശുഭഹത്തുള്ള ഹറാമിലേക്ക് പെട്ടുപോകും. ഇങ്ങനെയുള്ള സാധ്യതകളുള്ള കൂട്ടുകെട്ടിൽ പോവാതിരിക്കലാണ്, വസ്ലത്താണ് അവിടെ വേണ്ടതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആദ്യം തന്നെ അവൻ എത്ര നല്ല മുത്തൊക്കെ ആണെങ്കിലും അവനോട് കൂടാതിരിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. കാരണം അവന്റെ ദീനിൽ അവൻ പരീക്ഷിക്കപ്പെടും എന്നതാണ് അതിന്റെ കാരണം. വകദ ഇദാ ഖാഫൽ വുഖൂഅ ബിശുബ്ഹത്തി, അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി വൽ ഇഖ്തിലാത്തു, ഇഖ്തിലാത്താകുന്നത്, ഇഖ്തിലാത്ത് എന്ന് പറയുമ്പോൾ ജനങ്ങളുമായി സമ്പർക്കം ചെയ്യൽ, ജനസമ്പർക്കം എന്ന് പറയുന്നത്. ജനസമ്പർക്കം എന്നത് ബിനാസിന ഫീ ജംഇഹിം വജമാഅത്തിൻ ഔ നഹ്വി ദാലിക ഫുദ്ദില. ഈ പറയുന്നത് വൽ ഇഖ്തിലാത്തു ബിനാസിന, നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളായിട്ടുള്ള നല്ല മനുഷ്യന്മാർ, അവരോട് കൂടി കലരൽ. അൽ ഇഖ്തിലാത്ത് എന്ന് പറഞ്ഞാൽ ഇടപഴകൽ, സമ്പർക്കം പുലർത്തൽ. ബി നാസിന, നമ്മുടെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ സുന്നത്തി ജമാഅത്തിൽ പിന്തുടരുന്ന പിന്നെ നല്ല ആൾക്കാർ. ഫീ ജംഇഹിം, അവരുടെ കൂട്ടത്തിൽ, അവരുടെ സംഘടനയിൽ, വ ജമാഅത്തിൻ, അവരുടെ കൂട്ടങ്ങളിൽ കൊന്നെ, ഔ നഹ്വി ദാലിക, അല്ലെങ്കിൽ അവർ അതുപോലത്തെ അവരുടെ എന്തെങ്കിലും ഓൺലൈൻ പിന്നെ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അവരുടെ സംഘങ്ങളിൽ ചേരലാകുന്നത് ഫുള്ളില, അത് അഫ്ളലാണ്. അപ്പോൾ നാട്ടില് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘടനകളുണ്ട്, നല്ല സംഘടനകൾ. അതിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദീനിയായിട്ടുള്ള ബോധവും അതുപോലെ തന്നെ നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അതിലൊന്നും പോവാതെ സ്വന്തമായിട്ട് നടക്കുന്നതിനേക്കാളും അഫ്ളല് അത്തരം പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘങ്ങളോട് ചേർന്ന് നിൽക്കലാണ് എന്നാണ് പറഞ്ഞത്. വൽ ഇഖ്തിലാത്തു ബിനാസിന ഫീ ജംഇഹിം വജമാഅത്തിൻ ഔ നഹ്വി ദാലിക ഫുദ്ദില. ക്ലിയർ അല്ലേ? എന്താ ഡൗട്ട് ഉണ്ടോ? ഇനി ഹാദ, ഈ പറഞ്ഞതൊക്കെ ലിമൻ ബിൽ ഉർഫി യഖ്ദിറു യഅ്മുറു വഅനിൽ മുനാക്കിരി ഖദ് നഹ മുതഹമ്മില. ഈ പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാല് ജനങ്ങളോട് കൂടി ചേരൽ, നല്ല നമ്മുടെ ആൾക്കാരോടൊപ്പം ഇങ്ങനെ കൂടിച്ചേരൽ,
അത് അഫ്ളല എന്ന് പറഞ്ഞല്ലോ. അത് എപ്പോഴാണ്? ഹാദാ ലിമൻ ബിൽ ഉർഫി യഖ്ദിറു യഅ്മുറു. ലിമൻ ഒരുത്തനിക്കാണ്, ബിൽ ഉർഫി അവൻ നല്ല കാര്യം കൊണ്ട്, യഖ്ദിറു യഅ്മുറു കൽപ്പിക്കാൻ അവനിക്ക് സാധിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ആ പറഞ്ഞത്. അതുപോലെ തന്നെ വാനിൽ മനാക്കിരി മോശം കാര്യങ്ങളെ തൊട്ട്, കദനഹ അവനിക്ക് പിന്നെ വിരോധിക്കാനും കഴിയും. മുത്തഹമ്മില അപ്പോ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ. ഒരാളോട് അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ, പിന്നെ ഒരു അനാശ്വാസം കാണുന്ന സമയത്ത് എടാ മോനെ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷെ അത് ഇങ്ങോട്ട് എന്തെങ്കിലും ചിലപ്പം പറഞ്ഞു എന്ന് വരും, അല്ലെങ്കിൽ അവന്റെ വെറുപ്പ് ഇങ്ങോട്ട് ചിലപ്പോൾ ഉണ്ടാവും. പല രൂപത്തിൽ ചിലപ്പം ഇങ്ങോട്ട് പ്രയാസങ്ങൾ ഉണ്ടാവും. അതൊക്കെ സഹിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ കൽപ്പിക്കാനും മോശം കാര്യങ്ങൾ അനാശ്വാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാനും കഴിയുന്ന ആൾക്കാർക്കാണ് ഈ പറഞ്ഞത് അഫ്ളല എന്ന് പറഞ്ഞത്. ഇപ്പൊ സംഘടനാ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒപ്പം നടക്കുന്ന ആൾക്കാരിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് പിന്നെ അവരിലൊരു ഒരു ചെറിയ ശൈലി കണ്ടു, ഇത് നല്ലതല്ലല്ലോ, നമ്മളിങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് എന്ന് പറയാൻ കഴിയണം. കാരണം ഒരു തെറ്റ് കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പാടില്ല. അപ്പൊ അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരുമിച്ച് കൂടുക, കൂട്ടം കൂടുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പുണ്യമുള്ള കാര്യമാണ്. നമുക്ക് ഹദീസുകളിൽ ധാരാളം ഹദീസുകൾ കാണാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഹദീസുകൾ. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഒരു ബാബ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഹദീസ് എന്ന് പറഞ്ഞാല്, അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗം ആൾക്കാരില്ലേ? ആരൊക്കെയായിരുന്നു 7 വിഭാഗം? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗം. ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹി, അള്ളാഹുവിന്റെ ഇബാദത്തിലായിട്ട് വളർന്നു വന്ന യുവത്വം. അതുപോലെ അങ്ങനെ പറഞ്ഞ് 7 വിഭാഗങ്ങളെ പറഞ്ഞു. ആ കൂട്ടത്തിൽ പലരും വന്നിട്ടുണ്ട്. പിന്നെ ഹറാമിലേക്ക് ഒരു പെണ്ണ് വിളിച്ചിട്ട് അള്ളാഹുവിനെ ഭയക്കുന്നു പറഞ്ഞിട്ട് എല്ലാ സാഹചര്യം ഉണ്ട്, എന്നിട്ടും വിട്ടു നിന്ന ആള്. അതുപോലെ തന്നെ ജാഹിറായ അക്രമകാരിയായ സുൽത്താന്റെ മുന്നിൽ സത്യം പറഞ്ഞവന്. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ച ആള്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനത്തിൽ കാര്യമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവം. അപ്പൊ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അർശിന്റെ തണൽ കിട്ടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് വടകര മമ്മജാജി തങ്ങൾ പണ്ട് പിന്നെ ആ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലുള്ള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് അർശിന്റെ തണൽ ലഭിക്കുന്ന അവരൊരിക്കലും പറഞ്ഞതായിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ രൂപത്തില് പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗത്താണ്. ഈ സുന്നി സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന കാര്യമാണ്. അപ്പോ അതാണ് പറഞ്ഞത്. അപ്പോ നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കാനും തിന്മകൾ കണ്ടാൽ വിരോധിക്കാനും കഴിയണം, ഇങ്ങനെ പൊതു ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന സമ്പർക്കം പുലർത്തുന്ന സമയത്ത് എന്നാണ് പറഞ്ഞത്. ഇനി പറയുന്നത് സ്വബറൻ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്ഷമിക്കുകയും വേണം. സ്വബറൻ അലാ കുല്ലിൽ അതാ, ക്ഷമിച്ചുകൊണ്ട്, അലാ കുല്ലിൽ അതാ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രയാസങ്ങളുടെ മേലും ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ലാ യഗ്ലിബു ഫീ ളന്നിഹി ഇസ്യാനുഹു ബിമഹാഫില. അതുപോലെ തന്നെ വേറെ കണ്ടീഷൻ കൂടി ഉണ്ട് കേട്ടോ. ലാ യഗ്ലിബു ഫീ ളന്നിഹി, അവന്റെ വിചാരത്തിൽ വർദ്ധിക്കൂല. ലാ യഗ്ലിബു എന്ന് പറഞ്ഞാൽ കൂടുതൽ മികച്ചു നിൽക്കൂല. ഫീ ളന്നിഹി അവന്റെ ഭാവനയിൽ, അവന്റെ വിചാരത്തിൽ, ഇസ്യാനുഹു അവൻ തെറ്റ് ചെയ്യുക എന്നുള്ളത്, ഈ മഹാഫില അവരോട് കൂടി ചേർന്നിട്ടുള്ള പരിപാടികളിലൊക്കെ ആയിട്ട് കൂടുതൽ തെറ്റ് സംഭവിച്ചു പോകും എന്നും എനിക്ക് വിചാരമില്ല. അങ്ങനെയാണെങ്കിലാണ് പറഞ്ഞത്. ഇനി ഒരുത്തൻ ഓന് ഈ സംഘടനയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് തെറ്റുകളൊക്കെ സംഭവിച്ചു പോകും എന്നും എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും പോവാതിരിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം, പാർട്ടി, ഞാൻ രാഷ്ട്രീയം പറയല്ല, പാർട്ടി പ്രവർത്തനം. പാർട്ടിയിലാകുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിലിറങ്ങിക്കഴിഞ്ഞാൽ, അതിൽ സജീവമായിട്ട് ഇറങ്ങിക്കഴിയുന്ന സമയത്ത് ഹറാമ് ചിലപ്പം കാണേണ്ടി വരും. പിന്നെ ആ രൂപത്തിൽ പിന്നെ ഹറാമായിട്ടുള്ള ഇടപഴകലുകൾ ഉണ്ടാകും. എന്ന് വെച്ചാൽ തെറ്റ് നല്ലോണം സംഭവിക്കും എന്ന് തോന്നുന്നത് അത്തരം കൂട്ടങ്ങളിൽ ചേരാതിരിക്കുക വേണ്ടത്. അതല്ല. അപ്പോ
നല്ലവരായ ആളുകളായി കൂടിച്ചേരണം. നല്ല നമ്മുടെ ബിനാസിന എന്ന് പറഞ്ഞല്ലോ മുകളില്, നമ്മുടെ ആൾക്കാർ. ആ പറഞ്ഞതില് നമ്മുടെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ എന്ന് പൊതുവെ പറയാം. അത് തന്നെ മുസ്ലിമീങ്ങളുടെ അത്തരം കൂട്ടങ്ങളിൽ തന്നെ പിന്നെ തെറ്റ് കൂടുതൽ സംഭവിക്കൂല എന്ന ഒരു ധാരണ അവന്റെ മനസ്സിൽ വേണം. ഈ കൂട്ടത്തിൽ പോയാൽ കുറെ തെറ്റൊക്കെ സംഭവിക്കും, എന്നാലും പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇനി ലാക്കിൻ യക്കൂലുൽ ബഅദു എന്നാ കേട്ടോളി. ലാക്കിൻ പക്ഷേ, യക്കൂലുൽ ബഅദു ചില ആലിമീങ്ങൾ പറയുന്ന എന്താ, മിൻ മുത്തഅഖിരിൽ ഫുളലായി സമീപകാലത്ത് കഴിഞ്ഞുപോയ ചില, പിൽക്കാലത്ത് കഴിഞ്ഞുപോയ ചില ഫുളല ആയ മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞെന്താ, ഉസ്ലത്തു ദിസ്സമാനി, ഇക്കാലത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഉസ്ലത്ത് എന്ന് പറയുന്നത്, ഇക്കാലത്ത് ജീവിക്കുന്നവർക്ക് ഉസ്ലത്ത് എന്ന് പറഞ്ഞാല് അത് മുഫല്ലല, അതാണ് എന്തെന്ന്, അഫ്ളലായത് എന്ന്. ഈ കാലത്ത് ജീവിക്കുന്നവർക്ക് അവർക്കാണ് ഉസ്ലത്ത്, അവർക്ക് ഉസ്ലത്ത് അഫ്ളലാണ് എന്ന് ആരാ പറഞ്ഞേ? പിൽക്കാലത്ത് വന്നിട്ടുള്ള കുറച്ച് ആലിമീങ്ങൾ. അപ്പൊ അവര് പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ്. അതേ സമയത്ത് നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇപ്പോ കാലം വളരെ മോശമായിട്ടുണ്ട്, സുന്നി സംഘടനകൾക്കുണ്ട്, എന്നാലും വിട്ടു നിൽക്കുക എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ റൂമിന്റെ ഉള്ളിൽ ഈ മൊബൈലും കൊണ്ട് അതിലും വലിയ തെറ്റുകൾ സംഭവിച്ചു പോകും. അപ്പൊ അതിൽ നിന്ന് അപ്പോ ആ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്ക് പിന്നെ എത്രത്തോളം ശരിയാണെന്നുള്ളതാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ലാക്കിൻ യഖൂലുൽ ബഅദു, ചില പണ്ഡിതന്മാർ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എല്ലാവരും അങ്ങനെയല്ല പറഞ്ഞതെന്ന് മനസ്സിലായി, കൂടുതൽ ആൾക്കാരും അങ്ങനെയല്ല പറഞ്ഞത് മനസ്സിലായി. അപ്പൊ അവര് പറയാനുള്ള അവരുടെ ന്യായം എന്ന് പറഞ്ഞാല് കേട്ടോളൂ, എന്താണ് അവരുടെ ന്യായം? ഇത് നാദിറുൻ, വളരെ വിരളമാണ്, ഹക്കൻ, ശരിക്കും വളരെ എന്താണ്, നാദിറാണ് എന്ന് വെച്ചാൽ വളരെ വിരളമാണ്. ഹുലുവ് മഹാഫിലി, നമ്മുടെ മഹ്ഫിലുകൾ, നമ്മുടെ പരിപാടികളിൽ ഇല്ലാതിരിക്കൽ, പരിപാടികൾ വിട്ടു നിൽക്കൽ, അൻ ഹൗബത്തിൻ, തെറ്റുകളെ തൊട്ട്. ഹൗബത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ്. അപ്പോൾ നമ്മുടെ പരിപാടികളിൽ ഇന്നത്തെ കാലത്ത് നടക്കുന്ന പ്രോഗ്രാമുകളിൽ, പരിപാടികളിൽ തെറ്റില്ലാതിരിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. ഇത് ആരാ പറയുന്നത്? സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയാ. അവര് 1000-400 കൊല്ലം മുന്നേ ജീവിച്ച ആളാണ്. അവരെ മുന്നേ ഉണ്ടായിരുന്ന ആലിമീങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടാണ് ഉദ്ധരിക്കുന്നത്. ഫന്ദുർ, അപ്പൊ നീ നോക്കിക്കോ, ലി നഫ്സിക്ക, നിന്റെ നഫ്സിനെ നീ നോക്കിക്കോ, ആക്കല, നല്ല ബുദ്ധിപൂർവം ചിന്തിച്ചുകൊണ്ട് നീ എന്ത് ചെയ്തോ, നീ നിന്റെ വിഷയത്തിൽ ആലോചന നടത്തിക്കോ എന്നാണ് പറയുന്നത്. ഒരു ഹെൽപ്പ് വേണം, ചാർജർ ഇപ്പൊ ഓഫ് ആവും, ടേബിളിൽ. ഇപ്പൊ ക്ലിയർ അല്ലേ? അപ്പോ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ആ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇന്നത്തെ കാലത്ത് ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്യാൻ അഫ്ളൽ എന്ന് പറയാൻ കാരണം, അത് ഇന്നത്തെ പരിപാടികളും പ്രോഗ്രാമുകളൊക്കെ തെറ്റുകൾ കൂടുതലായി സംഭവിച്ചു പോകുന്ന പേടിയുള്ളത് കൊണ്ടാണ്. തെറ്റുകൾ സംഭവിക്കാത്ത കൂടിച്ചേരലുകൾ ഇന്ന് അത്യപൂർവമാണ് എന്ന കാരണമാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്നാലും ഭൂരിഭാഗം പണ്ഡിതന്മാരെന്താ പറഞ്ഞത്, അത് പിന്നെ എന്താണ്, ഈ പറയപ്പെട്ട കണ്ടീഷനുകളോട് കൂടെ കൂടിച്ചേരലാണ് അഫ്ളൽ. അപ്പൊ നമ്മുടെ ആൾക്കാരോട് കൂടിച്ചേരലാണ് അഫ്ളൽ. എപ്പോ കൂടുതൽ തെറ്റ് സംഭവിക്കില്ല, അവരോട് കൂടിച്ചേർന്നാൽ കാര്യമായിട്ട് തെറ്റ് സംഭവിക്കില്ല. പിന്നെ പൊതുവെ നമ്മൾ എവിടെ ഇറങ്ങി നടന്നാലും സംഭവിക്കുന്ന ചില തെറ്റുകൾ, അത് പിന്നെ നമുക്ക് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, സംഘടനാ പ്രവർത്തനം നടത്തുന്ന സമയത്ത് പുറത്തിറങ്ങി നടക്കേണ്ടി വരും. പുറത്തിറങ്ങി നടക്കുമ്പോൾ ചിലപ്പോൾ സ്ത്രീകളെ കാണും, ഔറത്ത് മറക്കാതെ, പൂർണ്ണമായി ഔറത്ത് മറക്കാതെ സ്ത്രീകളെ കാണേണ്ട സാഹചര്യം ഉണ്ടാവാം. സ്വിച്ച് ഇട്ടില്ലേ? ഓക്കെ ഓക്കെ, ഇപ്പൊ പോയി ആ വെച്ച. ഓക്കെ കേട്ടോ, പോയി. ഓക്കെ എല്ലാം കേട്ടോ. പോയി.
ഉമ്മ നെറ്റപ്പൊക്കെ മോളോ ആരൊക്കെ നെറ്റ് കിട്ടുന്നല്ലോ. ഉമ്മന്റെ നെറ്റ് ഒന്ന് ഓഫാക്കല്ലാന്ന് പറയാ. എന്നിട്ട് എൻ്റെ അടുത്ത് എല്ലാം ഉണ്ടല്ലോ ഫോണിലെ. ഒന്ന് ചെന്ന് നോക്കത് അടിക്കുന്നുണ്ട്. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി